പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ കേസ്. എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനയ്ക്കെതിരെയാണ് പരാതി. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പണം വാങ്ങി കബളിപ്പിച്ചു എന്നാണ് പരാതി. കെ.എം. ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, നേരത്തെയും ഇതിനെക്കുറിച്ച് ഇതേ പദ്ധതിയെക്കുറിച്ച് സ്ഥാപനത്തെക്കുറിച്ച് പരാതി വന്നതാണ്. പക്ഷേ ആ പരാതി ഉള്ളപ്പോഴും പരാതി സെറ്റിൽ ചെയ്യാൻ കുറച്ച് ആളുകളെങ്കിലും നേരിട്ട് സ്ഥാപനത്തിലേക്ക് വിളിപ്പിച്ച് അത് സെറ്റിൽ ചെയ്യാനുള്ള നടപടിയായിരുന്നു എൻ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ പുതുതായി വന്ന പരാതി എന്താണ്? വിനിഷ, നേരത്തെ ഉയർന്നു കേട്ട പരാതി തന്നെ, അതായത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങി 2 വർഷമാകാറായി. ഇപ്പോൾ ആ തിരികെ പണം നൽകാനോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചെങ്ങമനാട് സ്വദേശിനി തൃക്കാക്കര പോലീസിന് പരാതി നൽകുന്നത്. അതിന് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി, ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടന്നത്. അത് സംബന്ധിച്ച് നേരത്തെയും വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഈ സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷൻ, ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വനിതാ ശാക്തീകരണ പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാൻ ഒരു പദ്ധതി ആരംഭിക്കുന്നു. അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്നുള്ള നിലയിലാണ് ഈ സൈൻ സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയത്. ആ സൈനിന്റെ ഭാരവാഹികൾ എന്ന് പറഞ്ഞ ഒരു സുമേഷ് എന്ന് പറയുന്ന ആളാണ് നേരിട്ട് പണം വാങ്ങിയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സുമേഷിന് 63,500 രൂപയാണ് നൽകിയത്. ഈ പണം നൽകിയാൽ പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാം, പിന്നീട് സ്കൂട്ടർ നൽകാം എന്ന് പറഞ്ഞാണ് പണം നേരിട്ട് വാങ്ങിയത്. ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്നയാളാണ് എൻ രാധാകൃഷ്ണൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവർ പലതവണ ഈ സൈനിന്റെ ഓഫീസിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. അപ്പോഴൊന്നും പണമോ സ്കൂട്ടറോ ലഭിച്ചില്ല. പിന്നീട് ഒരു ചെക്ക് നൽകുകയുണ്ടായി. അത് ഇവർക്ക് മാത്രമല്ല പലർക്കും അത്തരത്തിൽ ഇങ്ങനെ സ്കൂട്ടർ ലഭിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഇനി കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ചെക്ക് നൽകുകയാണ് ഉണ്ടായത്. ആ പണം തിരികെ നൽകി. പക്ഷേ ആ ചെക്ക് ഇതുവരെ അത് മടങ്ങുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അത് പണമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെക്ക് മടങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായപ്പോഴാണ് പോലീസിൽ സമീപിച്ച് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR-ൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർ പ്രതികളാണ്. ഈ എൻ രാധാകൃഷ്ണനെ കൂടാതെ ഈ പണം നേരിട്ട് കൈപ്പറ്റിയ രൂപേഷ്, ഇതുകൂടാതെ ഒരു ബിനീഷ്, അങ്ങനെ ഒപ്പം സുമേഷ്, പണം നേരിട്ട് കൈപ്പറ്റിയത് സുമേഷാണെന്നാണ് പറയുന്നത്. സുമേഷ്, രൂപേഷ്, ബിനീഷ്, ഒപ്പം എൻ രാധാകൃഷ്ണൻ, ഈ 4 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപും ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് വ്യാപകമായി ഈ തട്ടിപ്പ് നടന്നത്. അനന്തകൃഷ്ണനെ പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, അനന്തകൃഷ്ണൻ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അടക്കം എൻ രാധാകൃഷ്ണനെ വിഷയത്തിൽ ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ നേരിട്ട് എൻ രാധാകൃഷ്ണനെതിരെ ഒരു പരാതി നൽകി രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫിനിഷ.